ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷും ഹരീഷും കൂടി വഴക്കുണ്ടാക്കിയതറിഞ്ഞ സുഭാഷ് പറയുന്നു, വീട്ടിനകത്ത് ഇങ്ങനെ അടിച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ നേടാൻ പോകുന്നത്? മുഖവും കയറ്റി പിടിച്ച് ഓരോ മൂലയും പോയിട്ട് മിണ്ടാതിങ്ങനെ ഇരിക്കണം അല്ലേ? എടാ, അത് എന്ത് സന്തോഷമാടാ ഉള്ളത്? സുധീഷ്, നീ അല്ലേടാ നിധിയെ കൂട്ടിക്കൊണ്ടുവന്നത്? അവളെ കൊണ്ട് ഇങ്ങനെ വെച്ച് എടുപ്പിക്കണം? നിങ്ങളുടെ വഴക്ക് തീർക്കലാണോ അവളുടെ പണി? എടാ, ഇത്തിരിയെങ്കിലും സാമാന്യ ബോധം വേണം. എടാ, ഈ വീട് വിട്ട് പോണമെന്ന് നിധി പറയുമ്പോൾ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു പെണ്ണ് വീട്ടിലുണ്ടെന്നുള്ള വിചാരം വേണം മനസ്സിൽ. എപ്പോ നോക്കിയാലും വഴക്ക്. ഇപ്പൊ എന്താ, പോലീസ് എന്നെ അടിച്ചു. അതിനിപ്പോ എന്താടാ സുധീഷേ? നമുക്ക് അവരെ പോയി തിരിച്ചടിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇതുവരെ നമ്മൾ എവിടെ അപമാനിക്കപ്പെട്ടിട്ടില്ലേ? നടന്നത് നടന്നു, അടുത്ത കാര്യം നോക്കി പോകേണ്ടതല്ലേ? ദേഷ്യം ആരോട് കാണിക്കണമെന്നറിയാതെ നിങ്ങൾ തമ്മിൽ വഴക്കിടുകയാണോ? നിങ്ങളുടെ ബഹളം വഴിയിൽ കേൾക്കാം. നാട്ടുകാർ നമ്മളെ അപമാനിച്ചതൊന്നും പോരെ, വീട്ടിലെ വഴക്കാണെന്ന് പറഞ്ഞ് അവര് വീണ്ടും നമ്മളെ അപമാനിക്കണം? വീട്ടിലൊരു പെൺകുട്ടി ഉള്ളപ്പോൾ ഇങ്ങനെ ബഹളം വെച്ചാൽ ആ കുട്ടിയെ കുറിച്ച് നാട്ടുകാരെന്താ വിചാരിക്കുക? ഇനി നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ തന്നെ നിധിയെ കൊണ്ടുപോയി ഹോസ്റ്റലിലാക്കും. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷ് പറയുന്നു, എടാ സുധീഷ്, നിക്കടാ, നീ എവിടെ പോവാ? സുധീഷ് തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷും അകത്തേക്ക് പോവുകയാണ്. അപ്പൊ നിധി പറയുന്നു, ഞാൻ ഒച്ച വെച്ചില്ലായിരുന്നെങ്കിൽ അവര് വഴക്ക് നിർത്തില്ലായിരുന്നു, അതുകൊണ്ടാ ഞാൻ ഒച്ച വെച്ചത്. അങ്ങനെ നിധി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ബാറിലേക്ക് വരികയാണ് സുധീഷ്. അവിടെ കൂട്ടുകാരുടെ ഒപ്പം മദ്യപിക്കുകയാണ് ഭാസ്കരൻ സുധീഷിനെ ശ്രദ്ധിക്കുന്നു. സുധീഷ് ഒരു ബിയർ ഓർഡർ ചെയ്യുകയാണ്. പോലീസുകാരൻ തല്ലിയതും നിധി തന്നോട് ദേഷ്യപ്പെട്ടതുമെല്ലാം സുധീഷ് ഓർക്കുന്നു. അരികിലേക്ക് ചെന്ന ഭാസ്കരൻ സുധീഷ് എന്ന് വിളിച്ച് തട്ടി വിളിക്കുമ്പോൾ നിങ്ങളൊന്ന് ചോദിക്കുകയാണ് സുധീഷ്. അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഈ ചോദ്യം ഞാനാ ചോദിക്കേണ്ടത്, ഇത് ഞാൻ വരുന്ന സ്ഥലമല്ലേ, ഇവിടെ നിനക്കെന്താ പണി? അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ, നിങ്ങൾ ഇവിടെ നിന്ന് പോകുമോ? ഇച്ചിരി മനസമാധാനം കിട്ടാൻ വേണ്ടിയാ ഞാൻ ഇവിടെ വന്നിരുന്നത്, ഇവിടെയും സ്വര്യം തരില്ലെന്നാ. അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, എടാ, സമാധാനം തേടി കുടിക്കാൻ തുടങ്ങിയാൽ പിന്നെ കുടിക്കാതിരുന്നാൽ സമാധാനം ഉണ്ടാകില്ല, അതറിയാമോ നിനക്ക്? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഇത് വീടല്ലല്ലോ, കാശുള്ള ആർക്കും ഇവിടെ വന്ന് കുടിക്കാം, എന്താ നിന്റെ പ്രശ്നം? അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നത്? ഒന്ന് പോന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യപ്പെടുകയാണ്. ഈ സമയം ഭാസ്കരനെ കൂട്ടുകാരൻ വിളിക്കുകയും ഭാസ്കരൻ കൂട്ടുകാരന്റെ അരികിലേക്ക് പോവുകയാണ്. സുധീഷിന്റെ അരികിലേക്ക് വന്ന ഒരു സ്റ്റാഫ് പറയുന്നു, ചേട്ടാ, ബിയറിന് തണുപ്പില്ല, ബിയറും വേണ്ട ഒന്നും വേണ്ട, ഓർഡർ ക്യാൻസൽ ചെയ്തേരെന്ന് പറഞ്ഞ് ബാറിൽ നിന്നും ഇറങ്ങി പോവുകയാണ് സുധീഷ്. തുടർന്ന് വിഷമത്തോടുകൂടി ആലോചിച്ച് ഹോളിലിരിക്കുകയാണ് സുഭാഷും നിധിയും. അവിടേക്ക് വന്നിരിക്കുന്ന നികേഷ് അറിയാതെ റിമോട്ടിന്റെ മുകളിലേക്ക് ഇരിക്കുന്നു. വർക്ക് ആകാത്ത ടിവിക്ക് റിമോട്ട് എന്ന് പറഞ്ഞ് നികേഷ് അത് അവിടെ വെക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അത് അവിടെ വെച്ചേക്ക്. അപ്പോൾ നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, നമുക്ക് പുതിയൊരു ടിവി വാങ്ങാം. മുമ്പൊന്നും നമ്മൾ ആരും വീട്ടിലിരിക്കില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ടിവി വാങ്ങിയില്ല. ഇപ്പോഴൊക്കെ നമ്മൾ പകുതി സമയവും വീട്ടിലല്ലേ. എനിക്കും ഏട്ടത്തിക്കും ചില സമയത്ത് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട്. ടിവി ഉണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കാലോ. പെട്ടെന്ന് നമുക്കൊരു LED ടിവി വാങ്ങണം. ശരി, വാങ്ങാമെന്ന് സുഭാഷ് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് നിധിയും നികേഷും. മോൾ ഓക്കെ അല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഓക്കെ സുഭാഷ് ഏട്ടാ. ഈ സമയം അരികിലേക്ക് വന്ന ഹരീഷ് വിഷമത്തോടു കൂടി സുഭാഷിനെയും നിധിയും ഒന്ന് നോക്കിയിട്ട് സുഭാഷ് ഏട്ടാ എന്ന് വിളിക്കുകയാണ്. സുഭാഷ് ഹരീഷിനെ ശ്രദ്ധിക്കുന്നതേയില്ല. അരികിലേക്ക് ചെന്നിരുന്ന ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്നോട് മിണ്ടില്ലേ? അപ്പോൾ സുഭാഷ് പറയുകയാണ്, എനിക്ക് നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ അപമാനം തോന്നുക. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കരുതെന്ന്. സോറി സുഭാഷ് ഏട്ടാ എന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്ത് സോറി? നിധി പാവമല്ലേ, നിങ്ങളെ സമാധാനിപ്പിക്കുകയാണോ അവളുടെ ജോലി? അവൻ വന്നിരിക്കുന്നു സോറി പറയാൻ. ഹരീഷ് വിഷമത്തോടുകൂടി നിധിയുടെ അരികിലേക്ക് ചെന്ന് സോറി പറയുമ്പോൾ നിധി ഹരീഷിനെ ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഹരീഷ് സോറി പറയുമ്പോൾ നിധി പറയുന്നു, കേട്ടില്ല. ഹരീഷ് ഉറക്കെ സോറി എന്ന് പറയുമ്പോൾ ഞെട്ടി നിധി പറയുകയാണ്, ഓക്കെ. അങ്ങനെ നിധി ചിരിക്കുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. നിധി ചോദിക്കുന്നു, ഞാൻ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ എത്ര തവണ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്? അവ ഹരീഷ് പറയുകയാണ്, അങ്ങനെ വഴക്കുണ്ടാക്കി ശീലിച്ചു പോയി, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഞാൻ ഇനിയും കൺട്രോൾ ചെയ്യാൻ നോക്കാം. ഈ സമയം അവിടേക്ക് വന്ന സുധീഷ് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അടുക്കളയിലേക്ക് പോയ സുധീഷ് വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ നികേഷ് പറയുന്നു, ധൃതിയൊന്നും ഇല്ല സുധീഷ് ഏട്ടാ, പതി കുടിച്ചാൽ മതി. നിധിയുടെ അരികിലേക്ക് വന്ന സുധീഷ് സോറി പറയുമ്പോൾ നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുകയാണ്, വീട്ടിൽ എല്ലാവരോടും ദേഷ്യപ്പെട്ടത് തെറ്റായിപ്പോയി. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അടി വാങ്ങിയത്, ഇവരെന്നെ വഴക്ക് പറഞ്ഞത്, തെറ്റ് ചെയ്യാതെ ശിക്ഷ വാങ്ങിയത്, എല്ലാം കൂടി എനിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ആയിരുന്നു. ആ ദേഷ്യത്തിലാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എന്താ റിയാക്ഷൻ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ സുധീഷ് വീണ്ടും സോറി പറയുമ്പോൾ അപ്പോൾ നിധി പറയുകയാണ്, സോറി മാത്രം പോരാ, ഇനി നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കില്ല എന്ന് എഴുതി സൈൻ ചെയ്ത് തരണം. ഇത് കേട്ട് എല്ലാവരും കണ്ണു തള്ളി നിൽക്കുമ്പോൾ നികേഷ് ഒരു പേപ്പറും പേനും എടുത്തുകൊണ്ട് വരികയാണ്. സുധീഷ് ചോദിക്കുന്നു, എഴുതി സൈൻ ചെയ്യണമെന്നോ? ഇത് പുതിയതാണല്ലോ, ഞാൻ വേണമെങ്കിൽ സത്യം ചെയ്യണം. അരികിലേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി, ഈ പേപ്പറിൽ എഴുതി സൈൻ വാങ്ങിച്ചാൽ മതിയോ? നിധി ദേഷ്യത്തോടു കൂടി നികേഷിനെ നോക്കുമ്പോൾ സോറി എന്ന് പറഞ്ഞ് നികേഷ് കുറച്ചങ്ങോട്ടേക്ക് മാറിയിരിക്കുകയാണ്.
അപ്പൊ സുഭാഷ് പറയുകയാണ്, എഴുതി കൊടുക്കുന്നതും സത്യം ചെയ്യുന്നതും ഒക്കെ അടുത്ത വഴക്ക് വരുന്നത് വരെയല്ലേ ഉള്ളൂ. വഴക്ക് വന്നാൽ പിന്നെ എല്ലാം കാറ്റി പറക്കും. നിധി ചോദിക്കുന്നു, ഇതൊരു വീടല്ലേ, കുറച്ച് സമാധാനത്തോടു കൂടി സംസാരിച്ചൂടെ, എന്തിനാ ഇങ്ങനെ ബഹളം വെച്ച് വഴക്കുണ്ടാക്കുന്നത്? അപ്പോൾ സുധീഷ് പറയുകയാണ്, അതെ അതെ, നിധി ബഹളം വെക്കാത്ത നല്ല സ്നേഹമുള്ള വീട്ടിൽ നിന്ന് വന്നതല്ലേ. നിധിയുടെ വീട്ടിൽ ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ ആളെ കൊന്നു കളയുന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കുന്നത് തെറ്റാണ്, മാറ്റാൻ നോക്കാം. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ കേട്ടില്ലേ സുധീഷിന്റെ കളിയാക്കുന്നത്? അപ്പൊ സുഭാഷ് പറയുകയാണ്, എടാ നിധി ഇപ്പൊ നിങ്ങളോട് ക്ഷമിക്കാൻ തയ്യാറായി വന്നിരിക്കുക, വീണ്ടും അവളെ ദേഷ്യം പിടിപ്പിക്കരുത്. അപ്പൊ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടന്റെ നാക്കാണ് സുധീഷ് ഏട്ടന്റെ ശത്രു, നാവിനൊരു സ്പീഡ് ബ്രേക്ക് ഇടുന്നത് നന്നായിരിക്കും. നീ പറഞ്ഞത് ശരിയാണെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണ, എന്ത് ശരി? നിധി ദേഷ്യത്തോടുകൂടി അവരെ നോക്കുകയാണ്. നിധി പറയുകയാണ്, ഇത് വീടല്ല നരകമാണെന്ന് നിങ്ങൾ പറയാറില്ലേ, ഇത് നരകമാക്കുന്നത് നിങ്ങൾ തന്നെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ സമാധാനത്തോട് സംസാരിച്ചു തീർക്കാൻ എന്താ നിങ്ങൾക്ക് പറ്റാത്തത്? അപ്പൊ സുധീഷ് പറയുകയാണ്, ഞങ്ങൾ തമ്മിൽ ഇനിയും പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല നിധി. ഹരീഷ്, എനിക്കൊരു കോള് വരാനുണ്ട്, ഞാൻ സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് പോവുകയാണ്. അയ്യോ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് വന്ന് നിൽക്കുന്നു. എല്ലാവരും എന്ന് നോക്കിയിട്ട് സുധീഷിന്റെ പിന്നാലെ പോവുകയാണ് ഹരീഷ്. സുഭാഷും നികേഷും നിധിയും ചിരിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കുന്നു. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് സുധീഷിന്റെ അരികിലേക്ക് വന്ന ഹരീഷ് ചോദിക്കുകയാണ്, സുധീഷ് ചേട്ടൻ എന്ത് ചെയ്യുക? അപ്പോൾ സുധീഷ് പറയുന്നു, ആകാശത്ത് എത്ര നക്ഷത്രം ഉണ്ടെന്ന് എണ്ണുകയായിരുന്നു. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, ഓ എണ്ണ. അപ്പൊ സുധീഷ് ചോദിക്കുന്നു, വീണ്ടും വഴക്കുണ്ടാക്കാൻ വന്നതാണോടാ? അപ്പോൾ ഹരീഷ് പറയുകയാണ്, അതെ, എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. സുധീഷ് ചേട്ടൻ എങ്ങനെയാണോ രക്ഷപ്പെട്ടു വന്നത് അതേപോലെ ഞാനും രക്ഷപ്പെട്ടു വന്ന് നിൽക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഏട്ടത്തിക്ക് ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, ഒരു വണ്ടി വന്നിട്ടുണ്ട്, നോക്കുന്നോ? പുതിയ വണ്ടിയാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഞാനെന്താ ഷോറൂം വെച്ച് നടത്തുകയാണോ? മെക്കാനിക് ഷോപ്പിലേക്ക് വരുന്നത് പഴയ വണ്ടിയായിരിക്കും. എത്ര വർഷമായ വണ്ടിയാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, ഒരു 6-7 വർഷം പഴയ വണ്ടിയാ. നല്ല വണ്ടിയാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തിക്ക് വേണ്ടി നോക്കുന്ന വണ്ടിയല്ലേ, പന്ന വണ്ടി നോക്കൂ. അപ്പൊ സുധീഷ് പറയുകയാണ്, ഒരു പന്ന വണ്ടി വാങ്ങിക്കൊടുത്ത് നിധി ദേഷ്യപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കുന്നത് കാണാൻ നീ അത് ചെയ്യും. ഹരീഷ് ചോദിക്കുന്നു, നിങ്ങൾ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുമോ? കുറച്ചെങ്കിലും നന്ദിയുണ്ടോ സുധീഷ് ഏട്ടന്? അന്ന് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ശരി ശരി അത് വിട്, വണ്ടിയെ പറ്റി പറ. അപ്പൊ ഹരീഷ് പറയുകയാണ്, വണ്ടി പഴയ വണ്ടിയാ, നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാ, കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി വിൽക്കുന്ന ആളെ എനിക്ക് അറിയാവുന്നതാ. എത്ര എമൗണ്ട് ആകുമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ കുറച്ചധികം ചോദിക്കുന്നത്, നമുക്ക് സംസാരിക്കാന്ന് പറയുകയാണ് ഹരീഷ്. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, ഞാൻ വണ്ടിയെ പറ്റി പറഞ്ഞ ഉടനെ നീ ഏർപ്പാടാക്കിയല്ലോ, നീ ആള് കൊള്ളാം. ഹരീഷ് ചോദിക്കുന്നു, ഞാൻ സുധീഷ് ഏട്ടനെ പോലെയാണെന്ന് വിചാരിച്ചോ? അപ്പൊ ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ ഒന്നും ചെയ്തില്ല, എന്റെ ഫ്രണ്ടിന് ഒരു ഡ്രൈവർ ജോലി വേണമെന്ന് പറഞ്ഞല്ലേ, അത് ട്രാവൽസിൽ ചോദിച്ചോ, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തോ? അപ്പൊ സുധീഷ് പറയുകയാണ്, നീ അത് പറഞ്ഞായിരുന്നല്ലേ, ഞാൻ മറന്നുപോയി. ശരി നീ അത് വിട്, നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണ്ടേ? സുധീഷ് ഏട്ടൻ നല്ല ബിസി ആയിട്ടുള്ള ആളല്ലേ, പിന്നെ ഞാൻ എങ്ങനെ ഇതൊക്കെ ഓർക്കാനാ? നീ നിന്റെ ഫ്രണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുപോവാ, ഒരാഴ്ചക്കുള്ളിൽ ജോലി വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ സുധീഷും ഹരീഷും സന്തോഷത്തോടു കൂടി സംസാരിക്കുമ്പോൾ വാതിലിന്റെ അരികിലേക്ക് വന്ന നിധി അവരെ ശ്രദ്ധിക്കുകയാണ്. സുധീഷ് പറയുന്നു, നിധി ശ്രദ്ധിക്കുന്നുണ്ട്. ചിരിച്ച് കയ്യിൽ പിടിച്ച് സംസാരിക്കുകയാണ് അവർ. വിശ്വസിക്കാനാകാതെ നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ ഇങ്ങോട്ട് വന്നേ, നികേഷ് നീ വാ. അവർ നിധിയുടെ അരികിലേക്ക് വരുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ അങ്ങോട്ട് നോക്കിക്കേ, ഇപ്പൊ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, അവരിങ്ങനെ നിധി എപ്പോഴാ അടി ഉണ്ടാക്കുന്നത്, എപ്പോഴാ സ്നേഹത്തിൽ സംസാരിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. നിധി ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ ഇത്? കുറച്ചു നേരം മുമ്പേ വഴക്കുണ്ടാക്കി വീട്ടിലെ സമാധാനം കളഞ്ഞവരാ, ഇപ്പൊ തോളിൽ കൈവച്ച് ചിരിച്ചോണ്ട് സംസാരിക്കുന്നു. അപ്പൊ നികേഷ് പറയുകയാണ്, ഏട്ടത്തിക്ക് ഇതൊക്കെ പുതുമ, ഞങ്ങൾക്ക് ഇതൊക്കെ ശീലമായി. ഇവരെപ്പോഴും ഇങ്ങനെയാ വഴക്കുണ്ടാക്കിയ അവരുടെ ബന്ധം സ്ട്രോങ് ആക്കുന്നത്. അപ്പൊ സുഭാഷ് പറയുകയാണ്, ചെറുപ്പം മുതലേ ഇവരിങ്ങനെ, ഇവർ രണ്ടും കൂടെ വഴക്കു വിടുമ്പോൾ നികേഷ് ടെൻഷൻ ആകും. കുറച്ച് കഴിയുമ്പോൾ അവര് സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത് കാണാം. ചെറുപ്രായത്തിൽ ഇവർ രണ്ടും ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോകുന്ന വഴി മുഴുവൻ വഴക്കടിക്കും. എന്നെ അവൻ അടിച്ചു, കല്ലുകൊണ്ട് എറിഞ്ഞു, അങ്ങനെ പരാതിയുമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വളരുമ്പോൾ ശരിയാകുമെന്ന് വിചാരിച്ചു, ഇപ്പോഴും അങ്ങനെ തന്നെയാ. ചിരിച്ചുകൊണ്ട് നിധി പറയുകയാണ്, ഇവരുടെ കാര്യം കഷ്ടമാണല്ലോ സുഭാഷ് ഏട്ടാ. സുധീഷ് ഹരീഷിനോട് ബാറിൽ പോയ കാര്യവും ഭാസ്കരനെ കണ്ട കാര്യവും സംസാരിച്ചതും ഒക്കെ പറയുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, കള്ളു കുടിക്കാനൊക്കെ പോയായിരുന്നോ സുധീഷ് ഏട്ടൻ? കള്ളു കുടിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ ഇന്ന് സുധീഷ് ഏട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ, എന്നിട്ട് ഞാനാണ് നിങ്ങളെ രണ്ടുപേരെയും പിരിക്കാൻ ശ്രമിക്കുന്നതെന്ന്. അപ്പൊ സുധീഷ് പറയുകയാണ്, നീ അത് വിടടാ. അതിനുശേഷം കാണിക്കുന്നത് നല്ല ഉറക്കത്തിൽ കിടക്കുന്ന സുധീഷ് സ്വപ്നം കാണുകയാണ് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വരുന്ന നിധിയെ. സന്തോഷത്തോടു കൂടി ഉറക്കം ഉണർന്ന സുധീഷ് കുളിച്ച് റെഡിയായി സുഭാഷിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്ത് സുധീഷ് നീ ഇത്ര രാവിലെ എഴുന്നേറ്റ് വന്ന സുഭാഷ് ചോദിക്കുമ്പോൾ, നേരത്തെ ഉണർന്നോ, അതാ എഴുന്നേറ്റ് റെഡി ആയത്, ഒരു ചൂട് ചായ കിട്ടോ? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഇപ്പൊ ഇട്ടാരാടാ, ഞാൻ ഈ തുണി ഒന്ന് വിരിച്ചോട്ടെ. സുധീഷ് ചോദിക്കുന്നു, ഹരീഷ് ഇതുവരെ എഴുന്നേറ്റില്ലേ? അപ്പൊ സുഭാഷ് പറയുകയാണ്, എഴുന്നേൽക്കാനുള്ള സമയം ആവുന്നതല്ലേ ഉള്ളൂ, നിനക്ക് ഉറക്കം വരാതുകൊണ്ട് നീ എഴുന്നേറ്റു, അവൻ ഇതുവരെ ഉറക്കം തികയാത്തോണ്ട് ഉറങ്ങുന്നു, അവൻ ഉറങ്ങട്ടെ, അവന്റെ ഉറക്കം ഞാൻ കെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിന്റെ അരികിലേക്ക് ചെന്ന് തട്ടി ഉണർത്തുകയാണ്. ഹരീഷ് സുധീഷിനെ തള്ളി മാറ്റുമ്പോൾ എഴുന്നേൽക്കടാന്ന് പറഞ്ഞ് വെള്ളം കോരി ഹരീഷിന്റെ മുഖത്തേക്ക് ഒഴുകുകയാണ് സുധീഷ്. എഴുന്നേറ്റിരുന്ന ഹരീഷ് സുധീഷിനെ തെറി വിളിക്കാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുന്നു, മിണ്ടരുത്, നിധി ഉണരും, നിധി നിന്നെ തെറ്റിദ്ധരിക്കും, അറിയാലോ. ഇത് കേട്ട് ഹരീഷ് വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നീ ഇന്നലെ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, നമുക്ക് പോയി വണ്ടി കണ്ടിട്ട് വരാം. ഏത്
വണ്ടിന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് രാത്രി നീ സെക്കൻഡ് ഹാൻഡ് വണ്ടി വന്ന കാര്യം പറഞ്ഞില്ലേ, ആ വണ്ടി പോയി കണ്ടിട്ട് വരാന്ന്. അപ്പൊ ഹരീഷ് പറയുകയാണ് പറഞ്ഞായിരുന്നു, അതിനാണോ ഇത്ര രാവിലെ എഴുന്നേൽപ്പിച്ചത്. അപ്പൊ സുധീഷ് പറയുകയാണ് ആ വണ്ടി എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ആലോചിച്ച് എനിക്ക് രാത്രി ഉറക്കം വന്നില്ല. പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടു, നിധി സ്കൂട്ടർ ഓടിച്ചു വരുന്നതായി. ഹരീഷ് പറയണ വണ്ടി പോലെയല്ലേ ഇരിക്കൂ, എയർപ്ലെയിൻ പോലെ ഇരിക്കില്ലല്ലോ. സുധീഷ് പറയുന്നു ചിരിക്കാൻ ഇപ്പൊ സമയമില്ല, നീ പെട്ടെന്ന് എഴുന്നേക്ക്, നമുക്ക് പോയി വണ്ടി നോക്കാം. അപ്പൊ ഹരീഷ് പറയണേ ഇത്ര രാവിലെ ഒരു വീടിന്റെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റില്ല, നമുക്ക് ഉച്ച കഴിഞ്ഞ് പോകാം, ഇപ്പൊ എന്നെ ഉറങ്ങാൻ സമ്മതിക്കും. അപ്പൊ സുധീഷ് പറയണ അത് ശരിയാകില്ല, രാവിലെ പോയാലേ കാര്യങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഹരീഷ് ചോദിക്കുന്നു സുധീഷൻ എന്താ ഇന്ന് തന്നെ വണ്ടി വാങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ സുധീഷ് പറയണ നല്ല വണ്ടിയാണെങ്കിൽ ഇന്ന് തന്നെ വാങ്ങാടാ, വാടാ പോകാം, എഴുന്നേക്ക്. ഓണർ ഇതുവരെ എഴുന്നേറ്റ് കാണില്ലാന്ന് ഹരീഷ് പറയുമ്പോ സുധീഷ് പറയുകട ഓണറെ വിളിച്ചുണർത്തടാ, അയാൾക്ക് വണ്ടി വിൽക്കണോ വേണ്ടേ, ഫോൺ വിളിച്ച് വണ്ടി നോക്കാൻ വരുന്ന കാര്യം പറ. അങ്ങനെ ഹരീഷിനെ പിടിച്ചുണർത്തി ബാത്റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് സുധീഷ്. ഹരീഷ് ബ്രഷ് ചെയ്യുമ്പോഴെല്ലാം ശല്യപ്പെടുത്തിക്കൊണ്ട് അരികിൽ തന്നെ നിൽക്കുകയാണ് സുധീഷ്. ഇങ്ങനെ ഉറക്കു നോക്കി പല്ല് തേക്കാതെ ഇങ്ങനെ തേക്കണമെന്ന് പറഞ്ഞ് ഹരീഷിന്റെ പല്ല് തേപ്പിച്ചു കൊടുക്കുകയാണ് സുധീഷ്. ബാത്റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ് ഹരീഷ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ കൂടെ പോവുകയാണ് സുധീഷ്. സുധീഷിന്റെ പുറത്തേക്ക് ഇതെന്താ ഇതെന്ന് ചോദിച്ച് സുധീഷിനെ പുറത്താക്കി വാതിൽ അടയ്ക്കുകയാണ് ഹരീഷ്. വാതിൽ തട്ടിക്കൊണ്ട് സുധീഷ് പറയുകയാണ് നീ എപ്പോഴാ വരുന്നത്, എത്ര നേരമാണ് ഞാൻ ഇവിടെ നിൽക്കുക. ഹരീഷ് ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നു. വാടാ പുറത്തിറങ്ങി വാടാ എന്ന് പറഞ്ഞ വാതിലിൽ തട്ടുകയാണ് സുധീഷ്. പുറത്തിറങ്ങി വന്ന ഹരീഷ് ചോദിക്കുന്നു എന്തിനാ സുധീഷ് ഏട്ടൻ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്. സുധീഷ് ഏട്ടന്റെ ടോർച്ചർ കാരണം പോയ കാര്യം നടന്നില്ല, എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്. ശരി അത് കഴിഞ്ഞില്ലേ നമുക്ക് പോകാമെന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ് ഞാൻ കുളിച്ചില്ല. അപ്പൊ സുധീഷ് പറയുകയാണ് വൈകുന്നേരം കുളിച്ചാൽ മതി, കുളിച്ചില്ലെങ്കിലും നിന്നെ കാണാൻ നല്ലതല്ലേ. ഇത് കേട്ട് ഹരീഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ എവിടെ പോവാണെന്ന് ചോദിച്ച് കൈ കയറി പിടിക്കുകയാണ് സുധീഷ്. ഹരീഷ് പറയുന്നു ഷർട്ട് മാറ്റണ്ടേ, ഞാൻ ഇങ്ങനെയാണോ വരേണ്ടത്. അപ്പൊ സുധീഷ് പറയുന്നു ഹരീഷ് ഈ ഷർട്ടിന് എന്താ കുഴപ്പം, സൂപ്പർ ആയിട്ടുണ്ട്, സ്മാർട്ട് ആയിട്ടുണ്ട്, വാ പോകാം. ഹരീഷ് റൂമിനകത്തേക്ക് കയറി വാതിൽ അടയ്ക്കുകയാണ്. പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് സുധീഷ്. സുധീഷ് പറയുന്നു അവൻ വാതിലടച്ചത് മുഖത്തടിക്കുന്നത് പോലെയാ, ഒരു വണ്ടിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യണം, സമയം പോകുന്നു. എടാ ഹരീഷ് പെട്ടെന്ന് വേണം. അപ്പൊ ഹരീഷ് പറയുകയാണ് വരാം, വന്നു കഴിഞ്ഞാൽ ഞാൻ സുധീഷേട്ടനെ കൊല്ലും. ഇത് കിട്ടുന്ന പതിരി സുധീഷ് പറയുകയാണ് ശരി നീ വാ. ഭഗവാനെ ഹരീഷ് പെട്ടെന്ന് പുറത്തിറങ്ങി വരണം, നല്ലൊരു വണ്ടി കിട്ടണം. എടാ ഹരീഷെ പുറത്തിറങ്ങടാന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് സുധീഷ്. പുറത്തേക്ക് ഇറങ്ങി വന്ന ഹരീഷ് പറയുന്നു വന്നു വാ നമുക്ക് പോകാം, വാടാ പോകാന്ന് പറഞ്ഞ് ഹരീഷിനെയും കൂട്ടി അവിടെ നിന്ന് പോകാനായി തുടങ്ങുകയാണ് സുധീഷ്. ഈ സമയം ചായയുമായി അവിടേക്ക് വരികയാണ് സുഭാഷ്. ഹരീഷ് ചായ എടുക്കാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് സുഭാഷ് പറയുകയാണ് സുഭാഷ് ചേട്ടനോട് ഞാൻ എപ്പോ ചോദിച്ചതാ ചായ, എന്നിട്ട് എപ്പോഴാ തരുന്നത്. ഞങ്ങളിപ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പോവാ, ഞങ്ങൾ പിന്നെ ചായ കുടിച്ചോളാം. ഞാൻ ചായ കുടിച്ചോട്ടെ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ചായ വേണ്ട ഒന്നും വേണ്ട, വന്നിട്ട് കുടിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഹരീഷിനെയും കൂട്ടി സുധീഷ് അവിടെ വന്ന് പോകുന്നു. ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇവരെവിടെ പോകുന്നാന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷ്. സുധീഷും ഹരീഷും ബൈക്കിൽ കയറി അവിടെ വന്ന് പോവുകയാണ്. കടയുടെ അരികിലേക്ക് വന്ന് സുധീഷ് പറയുന്നു പെട്ടെന്ന് കട തുറക്ക്, കാണട്ടെ സ്കൂട്ടർ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഹരീഷ് പറയുകയാണ് സുധീഷ് ഏട്ടാ വണ്ടി എന്താ കടയ്ക്കകത്താണോ, ഓണർ ഇപ്പൊ കൊണ്ടുവരും, ഒന്ന് ക്ഷമിക്ക്. ഇത് കേട്ട് സുധീഷ് സ്കൂട്ടറുമായി ഓണർ വരുന്നത് കാത്തു നിൽക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്